നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശപുഷ്പത്തിലെ ഒരു അംഗത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. മുയൽ ചെവി അഥവാ മോക്ഷമി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുയലിന്റെ ചെവിയോട് സാദൃശ്യമുള്ള ഇലകളാണ് ഈ സസ്യത്തിന്റെ ഐഡന്റിറ്റി. ആസ്ട്രേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം എമിലിയ സോഞ്ചിഫോളി എന്നാകുന്നു. 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഈ ചെടി വർഷക്കാലത്ത് തൊടിയിൽ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഈ സസ്യത്തിന്റെ ഇലകൾക്ക് വെള്ള കലർന്ന പച്ച നിറമാണ്. ആൺപൂവുകളും പെൺപൂവുകളും വെവ്വേറെ സസ്യത്തിൽ കാണപ്പെടുന്നു. ഫലം വളരെ ചെറുതും ഒരു വിത്തോടു കൂടിയവുമാണ്. ഈ സസ്യത്തിന്റെ സമൂലം ആയുർവേദത്തിൽ ഔഷധയോഗ്യമായി കണക്കാക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത് ശശശ്രുതി, ആഘുകർണി, മോക്ഷമി എന്നെല്ലാമാണ്. വിവിധങ്ങളായ രോഗശമനത്തിനായി ഉപയോഗിക്കുന്ന ഈ സസ്യത്തിന്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ മുയൽ ചെവിയൻ അഥവാ മോക്ഷമി എന്ന ചെടിയെപ്പറ്റി പറഞ്ഞു. ഇതിൻ്റെ അനവധി ഉപയോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ഒറ്റമൂലിപ്രയോഗം എന്നുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുയൽ ചെവിയൻ ഈ ടോൺസിലൈറ്റീസിന് അതിയായ ഉപകാരമുള്ള അല്ലെങ്കിൽ അതിയായ ഉപയോഗപ്രദമായൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് ടോൺസിൽസിനുള്ളത് പുറമെ പരട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വീക്കം ശമിക്കും. അതുപോലെ അതിൻ്റെ നീരെടുത്ത് ലേശം തേൻ ചേർത്ത് അകത്തേക്ക് കൊടുക്കാം. അതുപോലെ ഈ രക്താർശസുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ നീരെടുത്തിട്ട് തേൻ ചേർക്കുകയല്ല ചെയ്യുക, അവിടെ മോര് ചേർത്തിട്ട് അകത്തേക്ക് കൊടുക്കാം. അതുപോലെ അത് തന്നെ ഒരു നെയ്യിലോ എന്തെങ്കിലും ചാലിച്ചിട്ട് പുറമേ പറ്റാനും കൊടുക്കാം. പിന്നെ ഈ കുട്ടികൾക്ക് ഈ കൃമി ഉള്ള സമയത്ത് ഈ മുയൽ ചേവിന് ഇടിച്ച് പിഴിഞ്ഞിട്ട് അത് ലേശം ശർക്കരയോ അല്ലെങ്കിൽ വല്ല മോരിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ മോര്, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ ചാലിച്ച് അകത്തേക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഈ കൃമി എന്ന അസുഖം വളരെയധികം ശമിക്കുന്നതാണ്.